ഹായ് എവരിവൺ. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് 7 പേരുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ റിയൽ ലൈഫിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടേതുപോലെ തന്നെയുള്ള കുറെ അധികം ആൾക്കാർ ഈ ലോകത്തുണ്ടെങ്കിൽ, അതായത് നമ്മുടേതുപോലെ തന്നെ അതേ ലുക്കും അതേ സ്വഭാവവും അതേ പെരുമാറ്റ രീതികളും ഒക്കെയുള്ള കുറെ അധികം ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്ലോണിങ്ങും അതിന്റെ സാധ്യതകളും അതുപോലെ തന്നെ ഭാവിയിലെ ചാലഞ്ചസുമാണ്. ജീവജാലങ്ങളുടെ എക്സാക്ട് ജനറ്റിക് കോപ്പിയെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്ലോണിംഗ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ജനറ്റിക് കോപ്പി എന്ന് എടുത്തു പറയാനുള്ള കാരണം, ഒരാളുടെ ജനറ്റിക് കോപ്പി ആണെന്ന് കരുതി അയാളുടെ സ്വഭാവ രീതികളും പെരുമാറ്റ രീതികളും ഉണ്ടാവണം എന്നില്ല. ജനിതകപരമായി ഒരുപോലെ ആയിരിക്കും, ഏകദേശം കാണാനൊക്കെ ഒരുപോലെ ആയിരിക്കും. നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ക്ലോണുകളുടെ എക്സാമ്പിൾ ആണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇരട്ട കുട്ടികൾ ഐഡന്റിക്കലായിട്ട് ജനിക്കുന്നവരാണെങ്കിലും അവർ വളർന്നു വരുമ്പോഴത്തേക്കും അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക് അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അവരുടെ ഭക്ഷണ രീതികൾ പോലും ചിലപ്പോൾ വേറെ ആയിരിക്കും. അതുകൊണ്ടും അവരിലെ ക്യാരക്ടേഴ്സിനൊക്കെ വ്യത്യാസം വരാം. അവരുടെ എബിലിറ്റീസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ജനറ്റിക്കലി അവർ സിമിലർ ആയിരിക്കും. അപ്പൊ ജനറ്റിക് കോപ്പി ഉണ്ടാക്കുന്നതിനാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. കുറേയധികം സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും അവർ എക്സാക്ട്ലി സിമിലർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ജനറ്റിക് കോപ്പി എന്നുള്ളത് എടുത്ത് പറഞ്ഞത്. ജീനുകള്, സെല്ലുകള്, ടിഷ്യൂകള്, ഓർഗൻസ്, എന്തിനും ഒരു പൂർണ്ണമായിട്ടുള്ള ഓർഗാൻസത്തെ വരെ നമുക്ക് ക്ലോൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ജനറ്റിക് ക്ലോണിംഗ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ജനിതകപരമായി എന്തെങ്കിലും ഓർഗാൻസത്തിൽ മാറ്റം വരുത്തി ഇത്തരം ഒരു ക്വാളിറ്റികൾ, നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റികൾ ഒരു ഓർഗാൻസത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ജനറ്റിക് ഡിഫക്ട്സ് കറക്റ്റ് ചെയ്യാനായിട്ട്. ഇത്തരം സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ഓർഗാൻസത്തിന് ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയെടുക്കുന്നതിനെ യൂജനിക്സ് എന്ന് പറയും. അപ്പൊ അത് എത്തിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് ഒക്കെ ഒരുപാട് ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ക്ലോണിംഗ് ഉപയോഗിക്കുന്നത് തെറപ്യൂട്ടിക്കലിയാണ്, രോഗങ്ങളെ ചികിത്സിക്കാനായിട്ടാണ്. പലതരം രോഗങ്ങളെ, ഫോർ എക്സാമ്പിൾ അൾഷിമേഴ്സ് ഡിസീസ്, ആർത്രൈറ്റിസ്, സ്പൈനൽ കോർഡിന്റെ ഡിസീസ്, ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ്, ഇത്തരത്തിലെ സെല്ലുകൾക്ക് ഇഞ്ചുറി പറ്റുന്ന അല്ലെങ്കിൽ സെല്ലുകൾ നശിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള സെല്ലിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ക്ലോണിങ് തെറപ്യൂട്ടിക്കലി ഉപയോഗിക്കുന്നുണ്ട്. അതിന് എംബ്രിയോണിക് സ്റ്റെം സെല്ലുകൾ എന്ന് പറയുന്ന ഒരുതരം സെല്ലുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ അതിനെ നമുക്ക് തെറപ്യൂട്ടിക് ക്ലോണിംഗ് എന്ന് പറയാം. ഇനി റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ്, അതായത് ഹോൾ ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇത്തരത്തിൽ മനുഷ്യരെ മൊത്തത്തിൽ ഓർഗാനിസമായിട്ട് നമ്മൾ ക്ലോൺ ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും എന്തെല്ലാം ആപ്ലിക്കേഷൻസ് അതിനുണ്ടെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലോണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ക്ലോൺ ചെയ്യപ്പെട്ട ജീവി എന്ന് പറയുന്നത് ഡോളി എന്ന ചെമ്മരിയാടാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 1996 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടർ ഇയാൻ വിൽമട്ടും ഡോക്ടർ ക്യാമ്പലും ചേർന്നാണ് ഡോളി എന്ന ചെമ്മരിയാടിനെ ക്ലോണിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ ഒരു വിജയകഥ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതായത് ഡോളി എന്ന ചെമ്മരിയാടിനെ ഇത്തരത്തിൽ ശാസ്ത്രജ്ഞന്മാർ ക്ലോൺ ചെയ്തു എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിന്റെ പിന്നിലുള്ള എഫേർട്സ് നമുക്ക് മിക്കവർക്കും അറിയത്തില്ല. 276 തവണ ക്ലോൺ ചെയ്ത് ഫെയിൽ ആയിട്ടാണ് ഫൈനലി ഡോളി എന്ന ചെമ്മരിയാട് ജനിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് 3 പെൺ ചെമ്മരിയാടുകളാണ്. ആൺ ചെമ്മരിയാടിന്റെ ഇൻവോൾവ്മെന്റേ ഇല്ല ഈ ക്ലോണിംഗ് പ്രക്രിയയിൽ. അവര് ഏത് ഷീപ്പിനെയാണോ ക്ലോൺ ചെയ്യേണ്ടത് ആ ഷീപ്പിൽ നിന്നും സൊമാറ്റിക് സെല്ല് വേർതിരിച്ചെടുത്തു. അപ്പൊ സൊമാറ്റിക് സെൽ എന്താണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. നമ്മുടെ ശരീരത്തിൽ 2 തരം സെല്ലുകളാണുള്ളത്, സൊമാറ്റിക് സെല്ലുകളും ജേം സെല്ലുകളും. ജേം സെൽ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടത്തിനെയും ബീജത്തിനെയാണ് ജേം സെല്ലുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ 46 ക്രോമസോം ആണുള്ളത്. ഈ ജേം സെല്ലുകളിൽ അതിന്റെ പകുതിയേ ഉണ്ടാകത്തുള്ളൂ, 23 ക്രോമസോമുകളെ ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ സെല്ലുകളെയും നമുക്ക് സൊമാറ്റിക് സെല്ലുകൾ എന്ന് പറയും. അതിനകത്ത് നമ്മുടെ മൊത്തം ജനറ്റിക് കണ്ടന്റും 46 ക്രോമസോമും ഉണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിൽ ഏത് ചെമ്മരിയാടിനെയാണോ ക്ലോൺ ചെയ്യേണ്ടത് ആ ചെമ്മരിയാടിൽ നിന്നും സൊമാറ്റിക് സെല്ലിനെ വേർതിരിച്ചെടുത്തു. ആ സൊമാറ്റിക് സെല്ലില് ചെമ്മരിയാടിന്റെ എത്രയാണോ ക്രോമസോം നമ്പർ അത്രയും ഫുൾ ക്രോമസോം അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു പെൺ ചെമ്മരിയാടിൽ നിന്നും അതിന്റെ അണ്ടത്തിനെ ഐസൊലേറ്റ് ചെയ്തു, അതായത് ഓവത്തിനെ ഐസൊലേറ്റ് ചെയ്തു. അതിൽ ചെമ്മരിയാടിന്റെ ക്രോമസോം നമ്പർ എത്രയാണോ അതിന്റെ പകുതി ക്രോമസോമുകളെ അതിന്റെ ന്യൂക്ലിയസിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ ന്യൂക്ലിയസിനെ പൂർണ്ണമായും അതിൽ നിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞു. അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത, ക്രോമസോം ഒന്നും ഇല്ലാത്ത, ജനറ്റിക് മെറ്റീരിയൽ ഇല്ലാത്ത ഒരു ഓവം. എന്നിട്ട് ഈ ഓവത്തിനെയും നേരത്തെ എടുത്ത സൊമാറ്റിക് സെല്ലിനെയും ഇതിനെ രണ്ടിനെയും ഇലക്ട്രിക് കറണ്ട് വഴി ഫ്യൂസ് ചെയ്യിപ്പിച്ചു. അപ്പം മൊത്തത്തിൽ എത്ര ക്രോമസോം നമ്പർ ആണോ നമുക്ക് ക്ലോൺ ചെയ്യേണ്ട ചെമ്മരിയാടിന് ഉണ്ടായിരുന്നത് അത്രയും ജനറ്റിക് കണ്ടന്റ് ഉള്ള ഒരു ഓർഗാനിസം ആയിരിക്കും ഇതിൽ നിന്ന് ഡെവലപ്പ് ആയി വരുന്നത്. ഇനി ഈ എംബ്രിയോയെ, ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്ന എംബ്രിയോയെ ഇവർ മൂന്നാമതൊരു പെൺ ചെമ്മരിയാട്, ഒരു സറഗേറ്റ് മദറിലേക്ക് ഇവര് ഇംപ്ലാന്റ് ചെയ്തു. അങ്ങനെയാണ് ഡോളി എന്ന ചെമ്മരിയാട് ഉണ്ടാകുന്നത്. ഇതിനു മുന്നേ ഇവർ 276 തവണ ട്രൈ ചെയ്തപ്പോഴും പല പ്രോബ്ലങ്ങൾ, ഇത് സർവൈവ് ചെയ്യുന്നില്ല, പലതരം അത് ശരിയായിട്ടുള്ള രീതിയിൽ ഡെവലപ്പായി വരുന്നില്ല. ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അത് തള്ളിക്കളയേണ്ടി വന്നു, നിർത്തിവെക്കേണ്ടി വന്നു.
അത് സക്സസ്ഫുൾ ആയില്ല. ഇനി ക്ലോണിങ്ങിന് മെയിൻ ആയിട്ടും രണ്ട് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഞാൻ ഈ ഡോളി ഡെവലപ്പ് ചെയ്ത മെത്തേഡ് പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. അതിന് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്നാണ് അതിന്റെ പേര്. അതായത് ഒരു ജീവിയിൽ നിന്നും സൊമാറ്റിക് സെൽ എടുക്കുന്നു, പിന്നെ ഒരു ഓവത്തിനെ എടുക്കുന്നു, ഓവത്തിന്റെ ന്യൂക്ലിയസ് റിമൂവ് ചെയ്യുന്നു, ഇതിനെ രണ്ടിനെയും കൂടെ കറണ്ട് വഴി ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു, എന്നിട്ട് ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിനാണ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. പിന്നെ എംബ്രിയോ ട്വിന്നിങ് എന്ന് പറഞ്ഞ മറ്റൊരു മെത്തേഡ് ഉണ്ട്. എംബ്രിയോ ട്വിന്നിങ്ങിൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഐഡന്റിക്കൽ ട്വിൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നത്, എംബ്രിയോ തന്നെ സ്പ്ലിറ്റ് ആയി രണ്ടാകുന്നു, അങ്ങനെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാവുന്നത്. ഇതേപോലെ ആർട്ടിഫിഷ്യലി നമ്മൾ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യിക്കുകയാണ് അതിന്റെ ക്ലോണിനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എംബ്രിയോ ട്വിന്നിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എംബ്രിയോ എന്ന് പറയുന്നത് മറ്റേ എംബ്രിയോയുടെ ക്ലോൺ ആയിരിക്കും, പക്ഷെ ഒരിക്കലും അത് പേരന്റിന്റെ ക്ലോൺ ആയിരിക്കത്തില്ല. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സ് ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഡോളിക്ക് ശേഷം ഒരുപാട് ജീവികൾ ക്ലോൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പശുക്കള്, പൂച്ചകള്, മാന്, കുതിര, മുയൽ, അങ്ങനെ ഒരുപാട് ജീവികൾ. ഇനി മീറ്റിന് വേണ്ടിയിട്ടും പാലിന് വേണ്ടിയിട്ടും ഒക്കെ പശുക്കളെയും പന്നികളെയും ഒക്കെ വൈഡ് സ്കെയിലിൽ ക്ലോൺ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട ഓണേഴ്സ് അതിന്റെ ദുഃഖം സഹിക്കാൻ വയ്യാതെ അവരുടെ പെറ്റ് ആനിമൽസിന്റെ ക്ലോണിനെ ഡെവലപ്പ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പൂച്ചയാണ് സിസി എന്നാണ് ആ പൂച്ചയുടെ പേര്. അതാണ് ആദ്യമായിട്ട് ക്ലോൺ ചെയ്യപ്പെട്ട പെറ്റ് ആനിമൽ. ഇനി ആനിമൽസിൽ ഏതെങ്കിലും ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാറായെങ്കിൽ അത്തരം ആനിമൽസിനെ നമുക്ക് ക്ലോണിങ്ങിലൂടെ വംശനാശം വരാതെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ ക്ലോണിങ്ങിന്റെ നല്ല ആപ്ലിക്കേഷൻസ് ആണ്. ഇനി ആനിമൽസിൽ വരുന്ന അസുഖങ്ങളെ പറ്റി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അവരിൽ ജനിതക മാറ്റങ്ങൾ വരുത്തിയ അസുഖങ്ങൾ ഉണ്ടാക്കി അതിനെപ്പറ്റി സയന്റിസ്റ്റുകൾ പഠിക്കാറുണ്ട്. ഹ്യൂമൻ ക്ലോണിങ്ങിലെ ഇപ്പൊ ഓർഗൻ ക്ലോണിങ് അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റെം സെൽ ക്ലോണിംഗ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രവലന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള ഹ്യൂമനെ ഒന്നും ക്ലോൺ ചെയ്യാൻ പാകത്തിലുള്ള രീതിക്കുള്ള നിയമങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ എവിടെയും നിലനിൽക്കുന്നില്ല. അമേരിക്കൻ സെൽ ടെക്നോളജീസ് പണ്ട് ഒരു 12 ഡേ വരെ ഒരു ക്ലോണിനെ ഡെവലപ്പ് ചെയ്തു, അതിനുശേഷം ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു ക്ലെയിം മാത്രമാണ്, അതിന് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ എംബ്രിയോണിക് സ്റ്റെം സെൽ ക്ലോണിംഗ് തെറപ്യൂട്ടിക് പർപ്പസസിനായിട്ടാണ് നടക്കുന്നത്. അതായത് പല അസുഖങ്ങളായിട്ട് ഇപ്പൊ സ്പൈനൽ കോഡ് ഡാമേജ് ആണെങ്കിൽ നെർവ് സെൽസ്, അതുപോലെ തന്നെ ഹാർട്ട് സെൽസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസിൽ, അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ മേക്കിംഗ് സെൽസ്. അപ്പോൾ അത്തരം സെല്ലുകളെയൊക്കെയാണ് ഈ എംബ്രിയോണിക് സ്റ്റെം സെൽ തെറാപ്പി വഴി ക്ലോണിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ഇപ്പം അതൊരു ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇപ്പൊ ഒരു ബിഗിനിങ് സ്റ്റേജിലാണെന്ന് പറയാം. മറ്റു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ബ്ലഡ് സെൽസ് ആണെങ്കിലും പലതരം ബോൺ മാരോ ലീനിയേജ് സെൽസ് ആണെന്നുണ്ടെങ്കിലും ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് ബോൺ ആൻഡ് കാർട്ടിലേജ് റിലേറ്റഡ് സെൽസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെം സെൽ തെറാപ്പി വഴി, എസ്പെഷ്യലി അൾഷിമേഴ്സ് ഡിസീസിൽ നെർവ് സെൽസ്, കാരണം നെർവ് സെൽ ഡിസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇത്തരം അസുഖങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് വഴി സാധ്യമാകുന്നു. ഇനി എവിടെ നിന്നൊക്കെയാണ് ഈ സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അംബ്ലിക്കൽ കോഡ് ബ്ലഡിൽ സ്റ്റെം സെൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോൺ മാരോ, ബ്ലഡ്, ഫാറ്റ്, സ്കിന്ന്, ടീത്ത്, ഇതിലൊക്കെ ഇപ്പം സെലിബ്രിറ്റീസ് ഒക്കെ അവരുടെ ഒരു ക്ലോണിനായിട്ട് ഇങ്ങനെ സ്റ്റെം സെൽസ്, അതായത് അവര് മരണപ്പെടുവാണെങ്കിൽ ഭാവിയിൽ ഇതൊക്കെ നിലവിൽ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റെം സെൽസ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാവിയിൽ അതേപോലെ തന്നെ അവരെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം അതിനുള്ള പ്രിഫേർഡ് ലൊക്കേഷൻസ് ഇതൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ സ്റ്റെം സെൽസ് നിലനിൽക്കുന്നത് ഇവിടെയൊക്കെയാണ്. പക്ഷേ ഈ എംബ്രിയോണിക് സ്റ്റെം സെൽ തെറാപ്പിക്ക് നമ്മൾ സ്റ്റെം സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത് എംബ്രിയോ ഡെവലപ്പ് ആയ ഒരു 5 days എംബ്രിയോ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് അതിൽ നിന്നും സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസിലേക്കൊക്കെ വരുവാണെങ്കിൽ ഹ്യൂമൻ ക്ലോണിംഗ് നിലവിൽ വന്നാൽ ഒന്ന് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിന് അത് വളരെ ഉപയോഗപ്പെടും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ടാവുന്ന കപ്പിളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. അവർ ക്ലോണിംഗ് വഴി അവരുടെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സുപ്പീരിയർ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ, ഇപ്പം ഭയങ്കര കഴിവുകളൊക്കെയുള്ള ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് അതേപടി ക്ലോൺ ചെയ്ത് അവരുടെ ഒരു ക്വാളിറ്റീസ് നമ്മുടെ മനുഷ്യരാശിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എന്നേക്കുമായിട്ട് നിലനിർത്താനായിട്ട് ക്ലോണിംഗ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ നഷ്ടപ്പെട്ടു പോയ പെറ്റിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ, ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വളരെ ട്രോമാറ്റിക് ആയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പം അത്തരം പേരൻസിനെ ഒക്കെ നമുക്ക് ഈ ക്ലോണിങ്ങിലൂടെ അവരുടെ ഒരു എക്സാക്ട് റെപ്ലിക്ക ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു കാര്യമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തെറപ്യൂട്ടിക് ക്ലോണിങ് ഭാവിയിൽ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു നിത്യപരിഹാരം നൽകാനായിട്ട് ക്ലോണിങ് വഴി സാധിക്കും. ഈവൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ പോലും ഈ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ, അതുപോലെ തന്നെ ഡോണറായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി, ഇതൊന്നും നോക്കേണ്ടി വരത്തില്ല. നമ്മുടെ ഓൺ ക്ലോൺഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ നിന്നുള്ള ഓർഗനാണ്, അല്ലെങ്കിൽ ഓൺ ക്ലോൺഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രോസ് മാച്ചിങ് ഇഷ്യൂസ് വരത്തില്ല. പക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇത് ഇപ്പോഴും നിലവിൽ വരാതെ നിൽക്കുന്നത്.
പൊതുവേ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളും റിലീജിയൻസും, നമ്മുടെ ലോകം ഒരു റിലീജിയൻസ് റൺ ചെയ്യുന്ന വേൾഡ് ആണെന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയസ് ബിലീഫ്സ് ആണെന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളുടെ പോളിസികളാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ 10 പേര് കൂടി നിൽക്കുന്ന ഒരിടത്താണെന്നുണ്ടെങ്കിലും ക്ലോണിങ്ങിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അതിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള വ്യൂസ് ഉള്ളവരായിരിക്കും. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും. ഒരുപാട് ആൾക്കാർ ഒരേപോലെ ഉണ്ടായി വരുമ്പോൾ നമ്മുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുകയാണ്. ആ ഒരു ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സസ് ആണ്. ആ റിസോഴ്സസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓൾ ടുഗദർ കുറയുകയാണ് ചെയ്തത്. അതൊരു പ്രധാന കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാരണം വെച്ചാൽ റീപ്രൊഡക്ഷനുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കുറയും. ക്ലോണിങ് വന്നു കഴിഞ്ഞ്, ക്ലോണിങ് എന്തായാലും എക്സ്പെൻസീവ് ആണ്. ഭാവിയിൽ അത് എക്സ്പെൻസീവ് അല്ലാത്തൊരു പ്രൊസീജിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ലോണിങ്ങിലേക്ക് പോകും. അപ്പൊ അതൊന്നും ആൾക്കാർ അങ്ങനത്തെ ഒരു സിസ്റ്റം വരാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു ക്ലോണിങ്ങിന് എഗനസ്റ്റ് ആയിട്ട് ആളുകൾ നിൽക്കാനുള്ള കാരണം. അല്ലാതെ അതിന്റെ ഭയങ്കരമായിട്ടുള്ള അനലൈസ് ചെയ്തിട്ട് അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഒന്നും ചിന്തിച്ചിട്ടില്ല പൊതു അഭിപ്രായം ഇത്തരത്തിൽ വരുന്നത്. ഇനി ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു അസുഖം, ഒരു ജനറ്റിക് അസുഖം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളിലുള്ള ഒരു ജനറ്റിക് ട്രേറ്റ് നമ്മൾ ഒരു അസുഖത്തിലേക്ക് കൂടുതൽ പ്രിഡിസ്പോസ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ ഓരോ ഓർഗാനിസത്തിലുണ്ടെങ്കിൽ ഒരു ക്ലോണിങ് നടക്കുന്ന ഒരു വേൾഡിലാണെങ്കിൽ അതിന്റെ ക്ലോൺസിലേക്ക് എല്ലാവരിലേക്കും ഇത് ഉണ്ടായിരിക്കും. ആ അസുഖബാധിതരായിരിക്കും എല്ലാവരും. അപ്പൊ അതൊരു വലിയൊരു വശമാണ്. അപ്പം ഒരു വേൾഡിനെ ഫുള്ള് ഡിസ്ട്രക്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് ക്ലോണിംഗ് എന്ന് പറയാം. പിന്നെ ആളുകളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഭവമേ ഇല്ലാതെയാകും എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരുപാട് ക്ലോണുകൾ ഉള്ളൊരു ലോകത്ത് നമ്മൾ ഇന്നൊരു ഐഡന്റിറ്റിയിലുള്ള ആളാന്ന് പറഞ്ഞ ഒരാളെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അതിപ്പോ നമുക്ക് പരിചയമുള്ള ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നത് മുതൽ, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഐഡന്റിറ്റി, ഒരു അജ്ഞാത പ്രൊസീജിയറും കിട്ടിയാൽ അത് അയാളുടെ ഐഡന്റിറ്റി മുതല് ഒരു ക്രൈം ചെയ്താൽ ആ ക്രിമിനലിന്റെ ഐഡന്റിറ്റി വരെ അതിനൊരു സിഗ്നിഫിക്കൻസും ഇല്ലാതെയാവും. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ലീഗലി ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകും. ഇത്രയും ലോകത്ത് റെവല്യൂഷണൈസ് ആയിക്കൊണ്ടിരിക്കുന്ന DNA ടൈപ്പിംഗ് ഒക്കെ ഇപ്പൊ ടച്ച് DNA വരെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പാടെ ഒരു റെലവൻസും ഇല്ലാതെയാകും ഇത്തരത്തിൽ ക്ലോണിങ് വന്നു കഴിഞ്ഞാൽ. കാരണം DNA ടൈപ്പ് ചെയ്താൽ ക്ലോൺസിലെല്ലാം ഒരേ DNA ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഐഡന്റിക്കൽ ട്വിൻസിനെ മാത്രം പേടിച്ചാൽ മതി. അത് വളരെ ഒരു പോപ്പുലേഷന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. പക്ഷെ ക്ലോണിങ് ഒരു നോർമാലിറ്റി ആകുമ്പോഴത്തേക്കും ഒരുപാട് ക്ലോൺസ് ആവുകയും ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിന് ഒരു വാല്യൂ ഇല്ലാതാവുകയും ചെയ്യും. അതുപോലെ തന്നെ റിലേഷനിലുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻബ്രീഡിങ് ജനറ്റിക് ഡിഫക്ട്സിനെ കൂട്ടാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ഒരുപോലെയുള്ള ജനറ്റിക് മേക്കപ്പ് ഉള്ള ആൾക്കാരുള്ള ഒരു ലോകത്ത് ഇൻബ്രീഡിങ്ങിലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനറ്റിക് ഡിഫക്ട്സ് കൂടി വരും. ഇനി ക്ലോൺ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അവർക്കൊരു മദർ ഫാദർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അവരുടെ ആ ഒരു ഡൈനാമിക്സ് പേരന്റുമായിട്ട് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടോ, ഇപ്പോഴത്തെ ഒരു ഫാമിലി സെറ്റപ്പിൽ കിട്ടുന്ന ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അത്തരത്തിൽ ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടുന്ന ആ ഒരു സുരക്ഷിതത്വം അതൊന്നും അവർക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് ഡിക്രീസ്ഡ് അക്സെപ്റ്റൻസ് ആയിരിക്കും സൊസൈറ്റിയിൽ എന്തായാലും ആദ്യം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ കുറച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്ലോണിങ് വന്നാലും അത് ഭയങ്കര പോളറൈസേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരായിരിക്കും ആദ്യമേ ഇത്തരത്തിൽ ക്ലോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം പൈസ ഉള്ളവരുടെ ക്ലോണുകൾ ഒത്തിരി ഉണ്ടാകും, പൈസ ഇല്ലാത്തവരുടെ ക്ലോണുകൾ ഉണ്ടാകത്തില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കും. പിന്നെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലങ്ങളും ക്രൈംസും അത് സോൾവ് ചെയ്യാനുള്ള പ്രയാസമൊക്കെ ധാരാളം ഉണ്ടാകും. കാരണം എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ്. കുട്ടികൾ ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കും എക്സാക്ട് പേരന്റിന്റെ കോപ്പിയാണ്, ക്ലോൺ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടിയിൽ അതും ഒരുപാട് ക്ലോണുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ഒക്കെ എങ്ങനെ ഡിസൈഡ് ചെയ്യും, എന്താണ് ഇവർ തമ്മിലുള്ള ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് ലോയെ കോംപ്ലിക്കേറ്റ് ചെയ്യും. ലോ എൻറ്റയർലി റീറേറ്റ് ചെയ്യപ്പെടുകയും ഇത്തരം പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള വിഷയത്തെ പറ്റി ആലോചിക്കുകയും ചെയ്യണം. ഇപ്പൊ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പൊ അത്രത്തോളം കാലം ഈ ഹ്യൂമൻ ക്ലോണിങ് എന്തായാലും ലീഗൽ ആവാൻ പോകുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ റീപ്രൊഡക്ഷൻ പയ്യെ ഇല്ലാതാകും. അപ്പൊ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോൺസ് മാത്രം ജീവിക്കുന്ന വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ ഉള്ള ഇത്തരം സ്ട്രക്ചറുകളൊന്നും കാണത്തില്ല. അപ്പൊ അത് നല്ലതാണോ മോശമാണോ? നാച്ചുറലി ഉണ്ടാകുന്ന പ്രക്രിയകൾക്കെതിരായിട്ട് മനുഷ്യൻ എപ്പോഴും പോകുന്നത് മനുഷ്യന് ഒരു നാശം ഉണ്ടാക്കാനാണ് എന്നുള്ളതാണ് പൊതുവെ എവല്യൂഷനിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിലും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ള ഒരു വേൾഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ക്ലോണിങ്ങിനെ സംബന്ധിച്ച് അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ല.
ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് കുറച്ചതിനെ പറ്റിയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ക്ലോണിങ് മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. അതിന് തന്നെ ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരിക്കലും ഒരു റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ക്ലോണിങ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല, മറ്റൊരു രാജ്യത്തും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഹ്യൂമൻ ക്ലോണിങ് ഭാവിയിലാണെന്നുണ്ടെങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടാണെങ്കിലും വരണം, അത് നമ്മൾ പരീക്ഷിച്ച് നോക്കണം, എക്സ്പ്ലോർ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് അഭിപ്രായം. അതോ ഒരു ബിഗ് നോ ആണോ ഹ്യൂമൻ ക്ലോണിങ്ങിനോട് നിങ്ങൾ പറയുന്നത്? അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.